പുഴ, കായൽ, പച്ചപ്പ്. വന്നു കാണുന്നവർക്ക് അതിമനോഹരമാണ് കുട്ടനാട്. പക്ഷേ അവിടുത്തെ ജീവിതങ്ങൾക്ക് അത്ര നിറമില്ല. വെള്ളത്തിലൂടെ മാത്രം എത്തിപ്പെടാൻ പറ്റുന്ന ധാരാളം പ്രദേശങ്ങളുണ്ട് ഇന്നും കുട്ടനാട്ടിൽ. കൈത്തോടുകളിലും പുഴകളിലും കായലുകളിലുമൊക്കെ നിറയെ വെള്ളമുണ്ടെങ്കിലും തൊണ്ട നനയ്ക്കണമെങ്കിൽ പുറത്തുനിന്ന് കൊണ്ടുവരണം. ഒരു 10-20 കൊല്ലമായിട്ട് വെള്ളം മേടിക്കുക അല്ലേ? 20 കൊല്ലമൊന്നും അല്ല ഞങ്ങൾ വെള്ളം മേടിയത് തുടങ്ങിയിട്ട്. ഞങ്ങളിപ്പോൾ തോട്ടിൽ നിന്ന് ഇവിടുന്ന് അടിച്ചോണ്ട് തെളിഞ്ഞ വെള്ളമായതുകൊണ്ട് നമുക്ക് കുറച്ച് ദിവസത്തേക്ക് നിൽക്കാം. മഴ പെയ്യുവാണെങ്കിൽ നല്ല മഴ പെയ്താലും നമുക്ക് വെള്ളമില്ലാഞ്ഞിട്ട് ഞങ്ങൾ ഇവിടുന്ന് അടിക്കാൻ. പടിഞ്ഞാറ് വശത്ത് തോടുണ്ട്. കുട്ടനാടിൻ്റെ വഴിയോരങ്ങളിലെല്ലാം ഇതേപോലത്തെ ടാങ്കുകൾ കാണാം. ടാങ്കറുകളിൽ വരുന്ന വെള്ളം സംഭരിക്കാൻ വേണ്ടിയുള്ളതാണിത്. മഴയെന്നോ വെയിലെന്നോ വ്യത്യാസമില്ലാതെ വർഷത്തിൽ എല്ലാ ദിവസവും വെള്ളം വില കൊടുത്ത് വാങ്ങേണ്ട ഗതികേട്. വിലയ്ക്ക് വാങ്ങിയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ടാങ്ക് അവിടെ വെച്ചിട്ടുണ്ട്. അത് വെള്ളം ഒരു വണ്ടിയെ കൊണ്ടുവരും, അത് നിറയ്ക്കണം. മഴക്കാലത്ത് എങ്ങനെ? മഴക്കാലത്തും ആ വെള്ളം തന്നെ വാങ്ങിക്കും. ഈ തോട്ടിലെ വെള്ളം ഉപയോഗിക്കാൻ പറ്റത്തില്ലേ? തോട്ടിലെ വെള്ളം കുടിക്കാൻ എടുക്കുകയില്ല. തുണി കഴുകുക, പാത്രം കഴുകുക, ഇതൊക്കെ ഉള്ളൂ. പ്രതിസന്ധി രൂക്ഷമായിട്ടും തദ്ദേശ സ്ഥാപനങ്ങളോ സർക്കാരോ തിരിഞ്ഞു നോക്കിയിട്ടില്ല. 12 മാസം വിലയ്ക്ക് മേടിച്ച വെള്ളം ഉപയോഗിക്കുന്നത്. ഈ കിണറ്റിലെയൊക്കെ വെള്ളം ഉപ്പുവെള്ളവും പുളിവെള്ളമൊക്കെ മഞ്ഞ കളറുവാണ്. ഞങ്ങൾക്ക് ഒരു പ്രയോജനമില്ല കിണറ്റിലെ വെള്ളം. പിന്നെ ആലമൊക്കെ ഇട്ട് തെളിച്ചെടുക്കുക, കഞ്ഞിക്കും ഇതിനെല്ലാം വിലയ്ക്ക് മേടിക്കുക. അതാണ് ഞങ്ങളുടെ ഇത്. പഞ്ചായത്തിൽ നിന്ന് വെള്ളമൊന്നും തരത്തില്ല? പഞ്ചായത്ത് വെള്ളമൊന്നും തരികയില്ല. ജല അതോറിറ്റിയുടെ കണക്ഷനുള്ള സ്ഥലങ്ങളിൽ മിക്കപ്പോഴും കാറ്റ് മാത്രമാണ് വരാറുള്ളത്. അഥവാ വെള്ളം വന്നാലാകട്ടെ ചെളിയേക്കാൾ കറുത്ത നിറവും രൂക്ഷമായ ദുർഗന്ധവുമാണ്. ഈ വെള്ളം ശുദ്ധീകരിക്കാൻ ചെറിയ ചെറിയ പ്ലാന്റുകൾ തുടങ്ങിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ കുട്ടനാട്ടിൽ. രഘുനാഥ് നാരായണൻ, മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.